ഗായ്സ്, നമ്മൾ ഇന്ന് സ്റ്റിച്ചുകളാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഒരു വീഡിയോയിൽ ലീഫ് ഇട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഇങ്ങനെ ക്രോസായിട്ട് ചെയ്യണം. അപ്പം നമുക്കിവിടെ ഒരു ക്രോസായിട്ട് വരാം. നമ്മളിത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്യാം. വയ്ക്കുക വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ആക്കുക. ഇത്ര അളവിൽ വയ്ക്കുക. ഫുള്ള് ടൈറ്റ് ആക്കരുത്. നമ്മളിത് ഇങ്ങനെ വയ്ക്കുക. കൈ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ടത് ഇങ്ങനെ ഈ രണ്ട് കല്ല് വയ്ക്കുക. ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ വലിക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ എന്നിട്ട് ഇതിൻ്റെ പേരാണ് സ്റ്റിച്ച്. ചെയിൻ സ്റ്റിച്ച് എന്നാണ് ഇതിൻ്റെ പേര്. അടുത്തതായിട്ട് നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷയാണ് പഠിക്കാൻ പോകുന്നത്. ഒരു ഇൻസേർട്ട് ചെയ്യാം. എടുത്തിട്ട് നമ്മളുടെ ഒരു ഇതിൻ്റെ ഉള്ളിൽ ചെയിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ 2 ലൂപ്പ് കിട്ടും. കിട്ടിയില്ലേ? ആ 2 ലൂപ്പിൻ്റെ അവിടേക്ക് വേണ്ടി നമ്മളൊരു യാൺ ഓവർ ചെയ്യുക. ഇത് താഴേക്ക് വലിക്കുക കേട്ടോ. താഴേക്ക് വലിക്കുക. എന്നിട്ട് ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ കൊണ്ട് എടുക്കുക. 2 ലൂപ്പ് കിട്ടും. പിന്നെ നമ്മൾ രണ്ടാമത്തെ ഒന്നും കൂടി എടുക്കുക. എന്നിട്ട് രണ്ടാമത് എടുത്തിട്ട് രണ്ടാമത് ഒരെണ്ണം എടുക്കുക. എന്നിട്ട് 2 എണ്ണത്തിൻ്റെയും വയ്ക്കുക. രണ്ടെണ്ണം എടുക്കുക. രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെയും വലിക്കുക. ഇതാണ് സിംഗിൾ ക്രോഷേ. ഒന്നും കൂടി കാണിച്ചു തരാം. ഒരു ഹുക്കിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക. ഒരു വട്ടം യാണോർ ചെയ്തിട്ട് ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. കണ്ടോ? ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. എന്നിട്ട് വീണ്ടും യാണോർ ചെയ്യുക. ഒന്നുകൂടി എടുക്കുക. നമുക്കത് ഒന്നും കൂടി കിട്ടും. ഇങ്ങനെ കിട്ടും. ഒന്നും കൂടി ചെയ്തു തരാം. ഒരു വട്ടം ചെയിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുക. ടു ലൂപ്പ് കിട്ടും. ഒരു വട്ടം യാൺ ഓവർ ചെയ്യുക. 1 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. ഒന്നുകൂടി ചെയ്യുക. രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. അപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷയാണത്. ഇനി നമ്മൾ ചെയിൻ സ്റ്റിച്ച് പഠിച്ചു, ഫ്ലിപ്പ് നോട്ട് പഠിച്ചു, സിംഗിൾ ക്രോഷ പഠിച്ചു. ഇനി സെക്കൻഡ് ക്രോഷയും കൂടി പഠിക്കാവും. അതൊന്ന് ഊരിയെടുക്കാം. അപ്പോൾ നമ്മളിത് ഒരു കുറച്ച് ചെയിൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആഡ് ചെയ്തോ കേട്ടോ. ചെയിന് ചെയ്യാറിയില്ലേ? നമ്മളിങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. അടുത്തത് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് ക്രോഷയാണ്. ഹാഫ് ക്രോഷയും സെക്കൻഡ് ഹാഫ് ക്രോഷയും ഞാൻ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത്
ഈ ഒരു യാനോർ എടുക്കുക. നമ്മളൊരു ചെയിൻ്റെ ഉള്ളിലേക്ക് വലിക്കുക. യാനോർ ചെയ്യുക കേട്ടോ. യാനോർ ചെയ്തിട്ട് നമ്മളിത് എങ്ങനെ യാനോർ ചെയ്യുക, ഇവിടെ ലോക്ക് ചെയ്ത് വയ്ക്കുക. നമ്മളിത് ചെയിൻ്റെ ഉള്ളിലേക്കോട് വലിക്കുക. നമുക്ക് 3 ലൂപ്പ് കിട്ടും. 3 ലൂപ്പ് കിട്ടും. നമ്മളാദ്യം 2 ലൂപ്പിൽ വലിക്കുക. ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ വള്ളി കേട്ടോ. ഈ 2 ലൂപ്പിൽ നമ്മൾ വലിക്കണം. ഇപ്പോൾ 2 ലൂപ്പിൽ വലിക്കുമ്പോൾ നമുക്ക് 2 ലൂപ്പ് വേറെ കിട്ടും. ആ 2 ലൂപ്പിൽ വലിക്കുക. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ക്രോഷായി. ഒന്നുകൂടി കാണിച്ചു തരാം. ഇങ്ങനെ എടുക്കുക, യാനോർ ചെയ്യുക. നമ്മളൊരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുക. 3 ലൂപ്പ് കിട്ടും. 3 ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ വള്ളി 3 എണ്ണം കിട്ടും. ഒരു യാനോർ ചെയ്യുക. 2 എണ്ണം എടുക്കുക. എന്നിട്ട് വീണ്ടും യാനോർ ചെയ്യുക. അപ്പോൾ നമുക്ക് 2 എണ്ണം വീണ്ടും വേറെ കിട്ടും. വീണ്ടും യാനോർ ചെയ്യുക. 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ എടുക്കുക. അപ്പോൾ സെക്കൻഡ് ക്രോഷ് 2 എണ്ണം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത സ്റ്റിച്ച് 3rd സ്റ്റിച്ച് ആയിരിക്കും. അതൊരു വീഡിയോയിൽ ഞാൻ വേറെ ഇടണം കേട്ടോ.